മൈറ്റ് വ്ലോഗ്സിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികൾ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലക്കറിയാണ്. കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട്, പുട്ടിനുള്ളത് നനച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താ, പാത്രങ്ങളൊക്കെ ഇന്നലെ കഴുകിയതൊക്കെ എടുത്ത് വയ്ക്കണം. അങ്ങനെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള രാവിലത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്യാൻ പോവാണ്. ഓരോരുത്തരായിട്ട് എനിക്ക് വരാൻ കേട്ടോ. ഓരോ ദിവസം കുറച്ച് സൈഡ് നമ്മുടെ ഉറക്കം അങ്ങോട്ട് ശരിയായിട്ടില്ല, കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് ഉറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് എനിക്കുമ്മയും കുറച്ച് ലേറ്റ് ആവണുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചായയും വെക്കണം, ഈ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയും ചെയ്യണം. ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാണ്. പിന്നെന്താ പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒക്കെ നമുക്ക് വഴിയൊക്കെ കാണാം. അവർ എല്ലാവരും കൂടി അടുക്കളയിൽ നിന്നിട്ട് നമ്മുടെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുട്ടും കടലക്കറിയും. അപ്പോൾ കടലക്കറിക്കുള്ളത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വറുത്തരച്ചിട്ടാണ് കേട്ടോ അന്ന് കടലക്കറി വെക്കണത്. അപ്പോൾ തേങ്ങേനൊക്കെ ഒന്ന് ചൂടാക്കിയതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സിയുടെ ജാറിൽ നല്ലോണം അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേ കാപ്പിയൊക്കെ റെഡിയാക്കി. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാൻ അപ്പം തന്നെ കുറച്ച് കാപ്പി കുടിക്കേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കണ സമയത്ത് ചിലപ്പോൾ കുടിക്കുള്ളൂ, അല്ലെങ്കിൽ കുടിക്കും, ചിലപ്പോൾ കഴിക്കില്ല. അങ്ങനെ ആ ഒരു ഇത് പോലെ. കാരണം നമ്മൾ ഫുഡ് ഇപ്പം എല്ലാവരും കൂടി ഉള്ള സമയത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ലേറ്റായിട്ട് ഉറങ്ങി, ലേറ്റായിട്ട് എണീറ്റ്, അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമൊക്കെ ഭയങ്കരമായിട്ട് ലേറ്റായിട്ടാണ് ചെയ്യണത്. അപ്പോൾ എനിക്കുമ്പോൾ തന്നെ ഇനി ഫുഡൊക്കെ റെഡിയായി വരുമ്പോൾ കുറേ ലേറ്റ് ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാപ്പി അല്ലെങ്കിൽ ചായ എന്താണെന്ന് വെച്ചാൽ വേഗം കുടിക്കൂട്ടോ. അങ്ങനെ അപ്പോൾ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ചൊക്കെ ഒരു ട്രിപ്പ് പുട്ട് പാത്രത്തിൽ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഇത് അടുത്ത ട്രിപ്പ് പുട്ടാണ് കേട്ടോ. പിന്നെ എന്താ, ചേച്ചിയുടെ അനിലേട്ടൻ്റെ അപ്പനും അമ്മയും ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് വന്നതാണ്. അപ്പോൾ അത് വ്ളോഗിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറി വ്ളോഗൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് ഒക്കെ റെഡിയായി. ഫുഡ് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചേച്ചിക്കും ചേച്ചിക്കൊക്കെ ഒന്ന് പുറത്തേക്കൊക്കെ പോകണമായിരുന്നു, ഹോസ്പിറ്റലിലേക്കും ഷോപ്പിങ്ങിന് അങ്ങനെയൊക്കെ. അപ്പോൾ അവർ അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ കുക്ക് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫിഷ് മേടിച്ചിട്ടുണ്ട്. അപ്പം മീൻകറി വെക്കാനോ വറ്റിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ചേച്ചിക്കാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ചേച്ചിയും പോവും. അപ്പോൾ ഞാൻ അവരോട് പൊക്കോ, ഞാൻ ബാക്കി കുക്കിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതേ അത് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അനിലേട്ടൻ്റെ അമ്മയുണ്ട്, മാമ എന്നാണ് കേട്ടോ അവർ വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കോഴിക്കോടൻ വിശേഷങ്ങളും പിന്നെ കറി വെക്കണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ എന്നോട് മാമ പറഞ്ഞു, എങ്ങനെയാണ് നിങ്ങൾ കറി വെക്കണമെന്ന് നോക്കട്ടെ, മിഡു എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കട്ടെ, എനിക്കും പഠിക്കാമല്ലോ എന്നൊക്കെ. നമ്മൾ കുക്ക് ചെയ്യുന്നത് കാണാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അവരുടെ സ്റ്റൈല് വേറെ രീതിയല്ലേ. എന്നാലും നല്ല രസമായിരുന്നു. എനിക്ക് മീനൊക്കെ കഴുകി തന്നു, ബാക്കി അരിയേണ്ട സാധനങ്ങളൊക്കെ എന്താണെന്നൊക്കെ ചോദിച്ച്. പക്ഷേ അധികം നമുക്ക് കട്ട് ചെയ്യാനൊന്നും വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. സവോള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കട്ട് ചെയ്യാൻ വേണ്ടി. ബാക്കി വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ഫ്രിഡ്ജിൽ ക്ലീൻ ചെയ്ത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട്. മാമ അവിടെ മീനെ ക്ലീൻ ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മീൻ വറ്റിച്ചത് ആണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറയണത് കേട്ടോ. അപ്പോൾ വറ്റയായിരുന്നു മീൻ. അപ്പോൾ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞല്ല വെക്കണത്, വറ്റിക്കാം, കുടംപുളി ഇട്ട് വറ്റിച്ച് വെക്കാം എന്നാണ് പ്ലാനിങ്. അപ്പോൾ ഇനി അവർ വൈകുന്നേരം കുറച്ച് യാത്രകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരത്തേക്കും കണക്കാക്കി പിന്നെ എല്ലാവരും കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിയ രീതിയിലുള്ളൊരു കറി ആണ് ഞങ്ങളുടെ പ്ലാനിങ്ങിലുള്ളത്. പിന്നെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് മാങ്ങ
ചെത്തി അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്മി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ചില്ല, ഇനി പൂത്തൊന്നും പോകണ്ടല്ലോ, നമ്മൾ വെള്ളമൊക്കെ തുടച്ചിട്ടാണ് വെച്ചത്. എന്നാലും ഇനി പുറത്തിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അന്ന് തന്നെ അച്ചാറിടാന്നൊക്കെ വിചാരിച്ചിട്ട് കട്ട് ചെയ്തത്, പക്ഷെ അതിന് ടൈം കിട്ടിയില്ല. അപ്പം പിന്നെ ഞാനത് പുറത്ത് വെച്ചു. പിന്നെ വിചാരിച്ചു ഞാനിനി ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന ദിവസം എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. കാരണം പച്ചമാങ്ങ തന്നെയായിരുന്നു, പച്ചമാങ്ങയല്ലായിരുന്നു, ചെറുതായിട്ട് ചെനച്ച മാങ്ങയും പച്ചമാങ്ങയൊക്കെ കൂടി മിക്സ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് കാരണം ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് എനിക്ക് മാങ്ങച്ചാറും കൂടി ഇടണം. അച്ചാറുകളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെ സവോളയൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് തന്നു, സവോള ഇഞ്ചിയൊക്കെ മാമ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ചെറിയ ഉള്ളിനെയും കൂടി ഒന്ന് ചതച്ചിട്ടു. അപ്പോൾ ഈ പാത്രത്തിലാണ് കേട്ടോ മീൻ വറ്റിക്കാൻ പോണത്. എൻ്റെ കയ്യിലുള്ള ചട്ടിയിൽ കൊള്ളൂല്ല, ഇത്രയും മീൻ കൊള്ളൂല്ല. അപ്പോൾ വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാമല്ലോ. പിന്നെ മീനൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് വേവൊക്കെ ചെയ്തോളൂ. അപ്പോൾ അധികം നേരം നമുക്ക് വെയിറ്റിംഗ് സമയത്തിന് ആവശ്യമില്ല. അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കടുകല്ല ഉലുവ പൊട്ടിച്ചു. ഞങ്ങൾ മീൻകറിയിൽ കടുക് ഇടാറില്ല കേട്ടോ, പക്ഷെ ചേച്ചി പിന്നെ മാമയൊക്കെ അവരൊക്കെ കടുകൊക്കെ ഇടാറുണ്ട്. നിങ്ങളും ചിലപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന മിക്ക ആൾക്കാർ ചിലപ്പോൾ കടുക് യൂസ് ചെയ്യുന്നവരുണ്ടാവാം. ഞങ്ങളങ്ങനെ മീൻകറിയിൽ ചിക്കൻ കറിയിൽ അങ്ങനെയൊന്നും കടുക് യൂസ് ചെയ്യില്ല അങ്ങനെ. പക്ഷെ ഇവരൊക്കെ കോഴിക്കോട് ഇവരൊക്കെ കടുക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ സവോളയും ചെറിയുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വഴറ്റാണ്. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഫിഷ് മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത്ര ഇട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ്. അപ്പോൾ പിന്നെ വെള്ളം ഒഴിക്കുക, തിളച്ച് കഴിയുമ്പോൾ മീനിടുക. അങ്ങനെ നോർമൽ ഒരു മീൻ വറ്റിച്ചത് സ്റ്റൈൽ ഞാനെങ്ങനെയാണ് ചെയ്യാറുള്ളത് ആ ഒരു സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഇന്നും നമ്മൾ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് കുക്കായിക്കോളുമല്ലോ അങ്ങനെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുക്ക് ചെയ്യാണ്. നല്ല രസമാണ് വർത്താനം. ഇപ്പം എൻ്റെ ഒരു സ്റ്റൈലല്ല വർത്താനം പറയണ ഒരു സ്ലാങ് അല്ലല്ലോ അവരുടെ. അപ്പോൾ ആ വർത്താനം കേൾക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ അതുമല്ല മാമ ഭയങ്കര കോമഡിയാണ്. കോമഡി മീൻസ് പറയണ കാര്യത്തിലൊക്കെ നല്ല രസമാണ് കേൾക്കാൻ. നിഷ്കളങ്കമായിട്ട് വർത്താനം പറയണു. ആള് വർത്താനം കേൾക്കാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞാണ് ഇന്നത്തെ നമ്മുടെ കുക്കിംഗ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പുളിവെള്ളം ആണ് കേട്ടോ ഫസ്റ്റ് ഒഴിച്ചത്. അതായത് കുടംപുളി ഞാൻ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഫസ്റ്റ് ഒഴിച്ചത്. ആ വെള്ളത്തിലാണ് കേട്ടോ കറി വയ്ക്കണത്. അല്ലാണ്ട് ഡയറക്റ്റ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയല്ല ചെയ്യണത്. ഉപ്പൊക്കെ ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി മീനും കൂടി ഇട്ടിട്ട് നല്ലോണം തിളച്ച് വറ്റി കഴിയുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് അടച്ച് വെച്ചാൽ നമ്മുടെ മീൻ വറ്റിച്ചത് അങ്ങനെ റെഡി ആവും കേട്ടോ. അങ്ങനെ ദേ മീൻകറി റെഡിയായി. ഞാൻ ഇറക്കി വെച്ചു. അതിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അച്ചാർ റെഡിയാക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പം എണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് അതിനെ ഒന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടിയും ഒന്ന് ചതച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചതച്ചതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഓൾറെഡി ഞാൻ കുറച്ച് മാങ്ങ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ, അതിലേക്ക് കുറച്ച് അച്ചാർ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള അച്ചാർ പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കായം പൊടിയും കൂടി കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്ത് വെച്ചേക്കണം മാങ്ങച്ചാറിന് വേണ്ടി മാങ്ങയിൽ ഞാൻ അച്ചാർ പൊടി മിക്സ് ചെയ്ത് വെച്ചേക്കണതും കൂടി ഇതിലേക്കിട്ട് മിക്സ് ചെയ്യും. പിന്നെ കുറച്ച് ചൊറുക്ക വിനാഗിരി ഉണ്ടല്ലോ അതും കൂടി ഒഴിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ ഒരു സിമ്പിളായിട്ടുള്ള അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട്.
പിന്നെ ഇത് ഞാൻ കുറേ നാളത്തേക്ക് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാനൊന്നും അല്ലാത്തത് കൊണ്ടാണ് നല്ല പച്ച മാത്രം നോക്കി അങ്ങനെ ചെയ്യാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചുറുക്ക് ഒഴിച്ചായിരുന്നു. അപ്പോൾ ചുറുക്ക് ഒഴിച്ച് ജസ്റ്റ് ചൂടായി കഴിഞ്ഞപ്പോൾ മാങ്ങയും കൂടി ഇട്ടു. അപ്പോൾ മാമ അതേ ഇളക്കി എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്നാലും ഞാൻ ഇടയ്ക്ക് വന്നത് ഇളക്കും. അതായത് നമുക്കൊരു മാനസിക സംതൃപ്തി കിട്ടുമല്ലോ ഇങ്ങനെ ഇളക്കുമ്പോൾ. നമ്മളും കൂടി ഒന്ന് ചെയ്തു എന്ന് ഇളക്കുമ്പോൾ നമുക്ക് ഒരു ഇത് സംഭവം ശരിയായി എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ ഉപ്പൊക്കെ കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ മാങ്ങാച്ചാറ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മാങ്ങയാണ്, നല്ല സൂപ്പർ മാങ്ങയായിരുന്നു. CJ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങയായിരുന്നു, വട്ടമാങ്ങയാന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെ മാങ്ങക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പിന്നെ സണ്ണിച്ചേട്ടൻ ഇപ്പോൾ ചോറ് കഴിക്കൽ ഇല്ല. ഡയറ്റ് നമ്മൾ ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി. ഡയറ്റ് ഇതണങ്ങാണ്, ഡയറ്റ് ഇന്ന് ചെയ്യും നാളെ ചെയ്യുന്നൊക്കെ പറഞ്ഞാലും അത് ശരിക്കും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഡയറ്റ് ചെയ്തിട്ടുള്ളൂ കറക്റ്റായിട്ട്. അതായത് നമ്മളൊരു പ്ലാനിക്കോടെ പോയത് കറക്റ്റായിട്ട് ഒരു പ്രാവശ്യം മാത്രമല്ല, പിന്നെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഇനിയിപ്പോൾ എന്തായാലും നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രോപ്പർ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുള്ള ഒരുക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം ചോറ് ഒഴിവാക്കി ചപ്പാത്തിയിൽ തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ ഡയറ്റിൻ്റെ പ്ലാനിൽ കൂടെ തന്നെയാണ് കേട്ടോ പോകാൻ പോണത്. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നോണം ഞാൻ ഇപ്പം 2 ദിവസത്തേക്ക് ചോറ് വേണ്ട, നമുക്ക് ഡയറ്റിൽ ചോറ് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇപ്പം അതേ ഇന്ന് 2 ചപ്പാത്തി മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും മീൻകറിയും കഴിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ഞാനിത് ചപ്പാത്തി ഉണ്ടാക്കി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഏകദേശം കുക്കിങ്ങൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കാണ്ട് കേട്ടോ. അപ്പം ഇനി സ്റ്റീവ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഗുഡ് ബോയ് ആണല്ലോ വെച്ച്. അമ്മാമ്മ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ അമ്മാമ്മ പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ. ഇങ്ങനെ ആക്കാൻ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെയാണ് ചെയ്തെന്ന് വെച്ചേ തിരിക്കല്ലേ. ഇനി അമ്മ എല്ലാം മീൻകറി ഞാനിപ്പോ വരാം. കഴിഞ്ഞു പോയിടാ, കണ്ട കഴിഞ്ഞു പോയി. അയ്യോ അങ്ങനെ ചെയ്യില്ലേ, റോള് ചെയ്യുന്നത് ഇതിലല്ല. ശേ അമ്മ പറയാ, അപ്പൊ റോൾ ചെയ്താൽ മതി ട്ടാ. മതി ഇനി അമ്മ ചെയ്യാം. ഓക്കെ, ഗുഡ് ബോയ് എന്നിട്ട് കൊച്ച്. ഇത് പിടി ഇങ്ങനെയല്ലേ മാഞ്ചേ. ഓക്കേ, കൊച്ചമ്മന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താ. അതച്ചാറ് അതങ്ങനെ വൈകുന്നേരമായി. നമ്മള് എന്നെ കാണുന്നുണ്ടാവോ? ആണോ? വൈകുന്നേരമായി. സ്റ്റീവിനും ഗ്രേസിനൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ഡോഗിന് തീറ്റ കൊടുക്കണ്ടായിരുന്നില്ല ഡോഗ്സിന്, ബാക്കി എല്ലാവർക്കും കൊടുത്തായിരുന്നു. അപ്പൊ അതിന് വേണ്ടി വന്നേക്കാണ് ഞങ്ങള്. ഞാൻ അകത്തേക്ക് കയറണില്ല. ഞങ്ങളിവിടെ താറാവിന് ബോർഡറൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം അവർ ചളവളയാക്കാണ് മൊത്തത്തില്. അതിങ്ങനെ എല്ലാം ചാടി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ. ആവോ മോട്ടോമി ചേട്ടാ കൊത്തുവൻ.
എനിക്ക് പേടിയാ, എന്നെ കൊത്തിയായിരുന്നേ. ആരെ കൊത്താന്നറിയില്ല. ഇതിപ്പോ രാത്രി ആയതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. നാളെ കാണിക്കാം. കാരണം ഇരുട്ടായതുകൊണ്ട് ഞങ്ങൾ ക്ലിയർ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റില്ല. ചേട്ടാ ഞാൻ കൊടുക്ക്. അറിയില്ല. അപ്പം ഞാൻ അകത്തേക്ക് കയറണില്ല. ഇവിടെ ഒരു കോഴി എന്നെ എപ്പോഴും ആക്രമിക്കും. എൻ്റെ കാല് കണ്ട് അപ്പം ഒന്ന് കുത്തും. രണ്ടാമത്തെ കോഴി സണ്ണുചേട്ടന് പുതിയൊരു കോഴി ആക്രമിച്ച് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം അതാണ് എനിക്കൊരു പേടിയുള്ളിൽ കയറാൻ. അവർ കറക്റ്റ് നമ്മുടെ കാൽപാദം നോക്കി കുത്തുന്നേ. അവരൊന്ന് മാറ്റിയിട്ടാണെങ്കിൽ അതിൻ്റെ കൂടെ സ്വസ്ഥമായിട്ട് കയറാം. എനിക്ക് അങ്ങനെ പേടിയില്ലായിരുന്നു. പേടിയൊക്കെ മാറിയതായിരുന്നു. വീണ്ടും അങ്ങനെ ഇവർ ഓടിപ്പിച്ച് കുത്തുമ്പോൾ ഒരു പേടി. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.